Struggling to keep up with your video content needs? Then rest assured we've got your back. With a team of experienced writers, editors, and voice artists, we provide a high quality and comprehensive service. We are here to create SEO-friendly script-based videos that come with many revisions as you need until the point that you are satisfied. We are proud to offer you a premium yet affordable service. There is a cherry on top too. We not only give you a full comprehensive video, but we also offer a free thumbnail to go with it. We are here to make your idea a reality with our top-notch YouTube content creation services. Sit back, relax, and just enjoy the ride as we at AIO Creators YT is here for you. Let us take care of the work, as you can take the extra time to do something you feel is much more important. Get in touch today for a free code. Hello, ഇന്ന് നമ്മളിപ്പം ഒരു എക്സ്പ്ലെയിനർ വീഡിയോ, ഒരു ഇൻഫോഗ്രാഫിക്സ് എക്സ്പ്ലെയിനർ വീഡിയോ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കുന്നത്. മൊത്തവും ഉണ്ടാക്കുന്ന കാണിക്കുന്നില്ലെങ്കിലും അത്യാവശ്യമായി ഇതിന് ഇങ്ങനെ ഒരു 2-3 സ്ലൈഡ് ഉണ്ടാക്കുന്ന ഒരു വർക്ക് ഫ്ലോ, ഇലിസ്ട്രേറ്ററിൽ നിന്ന് ആഫ്റ്റർ എഫക്ട്സിലോട്ടുള്ള ഒരു വർക്ക് ഫ്ലോ വീഡിയോ. എൻ്റെ വർക്ക് ഫ്ലോ ആണ്, അധികം പ്രൊഫഷണലൊന്നുമല്ല, എന്നാലും ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ ടെക്സ്റ്റ് ഇല്ല, ടെക്സ്റ്റ് ഞാൻ പിന്നെ ആഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ആദ്യം സീൻ പ്ലാൻ ചെയ്യണം. നമുക്ക് ഓരോ സീൻ ചെയ്യുന്നതിന് മുമ്പും എന്തൊക്കെയാണ് ആനിമേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ആഫ്റ്റർ എഫക്ട്സിൽ കൊണ്ടുപോയി പിന്നെ മാറ്റുന്നതിനേക്കാളും നമ്മൾ ഇവിടെ നിന്ന് അതിനെ ലെയേഴ്സ് ആയിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ 2 സ്ലൈഡ് ഞാൻ കാണിച്ചു തരാം. സ്ലൈഡ് നമുക്ക് ഇപ്പം വെബ്സൈറ്റ്സ് ഉണ്ട്, വെബ്സൈറ്റ്സ് ഫ്രീ പിക്ക് അല്ലെങ്കിൽ വെക്ടീസി, അതെന്നൊക്കെയാണ് ഞാൻ ഇത് ഇൻഫോഗ്രാഫിക്സ് അവരുടെ ഫ്രീ ആയിട്ടുള്ള ഇതാണ്. അവരുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക. അതൊന്ന് നിങ്ങൾക്ക് ഇതേപോലത്തെ ഇൻഫോഗ്രാഫിക്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല ക്വാളിറ്റി ഉള്ളതാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കിപ്പോൾ സൈഡ് കാണാം, ഞാൻ ഓരോന്നും ഓരോ ലെയേഴ്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് തന്നെ അയാളുടെ കാല്, കൈ, അയാളുടെ ബോഡി എല്ലാം ഡിഫറൻ്റ് ആണ്. കാരണം ഇത് അവിടെ കൊണ്ടുപോയി ആനിമേറ്റ് ചെയ്യാനുള്ളതായതുകൊണ്ടാണ് അതങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ കാണിക്കുക എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിക്കാനായിട്ട് ഞാനിപ്പം ഇത് ഡൗൺലോഡ് ചെയ്തതാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം, ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് വരുമ്പോൾ ഒരൊറ്റ ലെയർ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ നിങ്ങളത് ലെയേഴ്സ് ആക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആനിമേറ്റ് ചെയ്യാനുള്ളത് നിങ്ങൾ ഇവിടെ നിന്നേ പ്ലാൻ ചെയ്യണം. നിങ്ങളിപ്പോൾ കൈ അനങ്ങുന്നത്, ഹെഡ് അനങ്ങുന്നത്, ഈ വീഡിയോ പ്ലേ ആവുന്നത്, അതെല്ലാം നമ്മൾ ഇവിടെ നിന്നേ പ്ലാൻ ചെയ്തിട്ട് വേണം ആഫ്റ്റർ എഫക്ട്സിലോട്ട് പോകാൻ. അവിടെ ചെന്നിട്ട് പിന്നെ ഒരു പ്ലാനിങ് നടക്കത്തില്ല. അവിടെ ചെന്നിട്ട് ബേസിക്കായിട്ട് നമുക്ക് സേവ് ചെയ്തിരിക്കുന്നതെന്ന് ഇതിൻ്റെ വേണമെങ്കിൽ കളറൊക്കെ മാറ്റാം, അങ്ങനെ മാറ്റാമെന്നല്ലാതെ നമ്മൾ ആനിമേറ്റ് ചെയ്യാനുള്ളതെല്ലാം ഇവിടെ നിന്നേ പ്ലാൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ലെയേഴ്സ് ഡിഗ് ഡൗൺ ചെയ്യണം. അതിനു മുമ്പ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ആർട്ട് ബോർഡിൻ്റെ സൈസ് മാറ്റണം. ആർട്ട് ബോർഡിൻ്റെ സൈസ് മാറ്റി നിങ്ങളവിടെ ഇപ്പോൾ 4K ആണോ 1080p ആണോ, 1080p ആണ് ഞാൻ ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ 1920/1080 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഈ ആർട്ട് വർക്ക് ഇതിൻ്റെ സൈസ് വെളിയിലായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ സൈസിനെ ഒന്ന് റീസൈസ് ചെയ്ത് നമ്മൾ ആർട്ട് ബോർഡിനകത്ത് കൊണ്ടുവരണം. ഇത് ചെയ്യുന്നത് നല്ലതായിരിക്കും, കാരണം അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മൾ എപ്പോഴും ആ ചെയ്യുന്ന സൈസിന് ആക്കി അങ്ങോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. കൂടുതൽ സ്ലൈഡ്സൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതായിരിക്കും എളുപ്പം. അവിടെ പോയി നമ്മൾ ഇവിടെ നിന്നേ ഈ സീൻ മൊത്തവും പ്ലാൻ ചെയ്യും. നമ്മൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആനിമേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് വരുന്നത്, എല്ലാം ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ് വളരെ നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ അത് റീസൈസ് ചെയ്ത്, ബാക്ക്ഗ്രൗണ്ട് വേണ്ട, എന്നാലും ഫോർ ദ സേക്ക് കാണാൻ വേണ്ടി കിടക്കട്ടെ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ലെയേഴ്സ് ഡിഗ് ഡൗൺ ചെയ്ത് നോക്കിയാൽ ഈ പേഴ്സണിനെ എടുക്കാം. നമുക്ക് ഈ പേഴ്സണിനെ എടുത്ത് ലെയർ 2 ഇട്ടിട്ട് അതിനെ റീനെയിം ചെയ്യാം. പേഴ്സൺ 1 P1 എന്നൊക്കെ കൊടുക്കാം. കുറേ ചെയ്യാനുണ്ടെങ്കിൽ P1 എന്ന് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എനിക്ക് അയാളുടെ ഹെഡ് ആനിമേറ്റ് ചെയ്യണം. ഹെഡ് ആനിമേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഹെഡിൽ നിന്ന് ലെയർ കൊടുത്ത് ഈ ലെയറിനകത്തുനിന്ന് പുള്ളിക്കാരൻ്റെ ഹെഡ് ഇതാണ്, ഹെഡ് ഡ്രാഗ് ചെയ്ത് അവിടെ കൊണ്ടിടുക. അപ്പോൾ ഹെഡ് സെപ്പറേറ്റായി, ബോഡി സെപ്പറേറ്റായി. ഇനി എനിക്ക് അയാളുടെ ആംസ് ആം 1 എന്ന് കൊടുക്കാം. 2 ആമും എനിക്ക് ആനിമേറ്റ് ചെയ്യണം.
അപ്പോൾ അയാളുടെ ആംസും ഉണ്ട്, അയാളുടെ ഈ ഷോൾഡറിൻ്റെ അതും വേണം മൊത്തത്തിൽ ആനിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇതിനകത്ത് ഇടുക. അപ്പോൾ ആംസ് ഒരെണ്ണമായി. ഇനി അടുത്ത ആം 2 വേണം. ആം 2 P1. അപ്പോൾ ആം 2 P1 അതിനെ ഞാൻ കോപ്പി ചെയ്ത് ഇതിനകത്തോട്ട് ഇടുക. ആയിട്ടില്ല. കോപ്പി ചെയ്തിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ഇപ്പം അത് ലെയറിൻ്റെ ഓർഡറും ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ അത് പേഴ്സൺ 1ൻ്റെ താഴെ കൊണ്ടിടും. അപ്പോൾ അത് അതിൻ്റെ പുറകിലാവും. പിന്നെ ഇതിനകത്തുള്ളതെന്ന് വെച്ചാൽ ഈ ഒപ്പാസിറ്റി കുറഞ്ഞ ഷാഡോ ഒക്കെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആ പേഴ്സണിൻ്റെ ഇത്രയായി. ലാപ്ടോപ്പ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിലെ ഓരോ എലമെൻസും നമ്മൾ ആനിമേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ നമ്മൾ ഓരോ ലെയേഴ്സിലാക്കി കൊണ്ടുപോകണം. ഇപ്പോൾ ഇതിൽ തന്നെ എനിക്കിപ്പോൾ ഈ പ്ലേ ബട്ടൺ ഞാൻ അവിടെ ചെയ്യുന്നുണ്ട്. പ്ലേ ബട്ടൺ മൂവ് ആവുന്നത് ഞാൻ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനും ഞാൻ വേറെ ലെയർ ആക്കിയാണ് ആ പ്ലേ ബട്ടൺ ആ സ്ലൈഡിൻ്റെ ടൈം സ്പാനിൽ അത് മൂവ് ആവുന്നത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതേപോലെ നിങ്ങൾ പ്ലാൻ ചെയ്യണം. അപ്പോൾ അതേപോലെ ഞാൻ പ്ലാൻ ചെയ്ത് ഇതിനെ ലെയേഴ്സ് ആക്കിയതാണിത്. നിങ്ങൾക്കിവിടെ കാണാം ബാക്ക്ഗ്രൗണ്ട് ഒന്ന്, ഇത് അതിൻ്റെ വൈറ്റ് പാർട്സ് മാത്രം, ലീഫ് 1 ലീഫ് 2. ഈ ലീഫ് 1 ലീഫ് 2 ഒക്കെ ഞാൻ അവിടെ ആനിമേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ വേറെ ലെയർ ആക്കിയിരിക്കുന്നത്. പിന്നെ മെയിനായിട്ട് ഈ ബോർഡിനെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ആനിമേറ്റ് ചെയ്ത് ഇങ്ങനെ വരുന്നതായിട്ട് കാണിക്കാം. പക്ഷെ അതൊന്നും ഞാൻ അവിടെ ചെയ്തിട്ടില്ല. അതൊക്കെ എനിക്ക് അത് കുറേ വർക്കുള്ളതുകൊണ്ടായിരുന്നു, 50 സെക്കൻഡോളം ഉള്ളതുകൊണ്ടായിരുന്നു ഞാൻ അത് ചെയ്തില്ല. പിന്നെ ലാഡർ ആനിമേറ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ ഹാൻഡ്, ബോഡി, ഹെഡ്, അതർ ഹാൻഡ്, പിന്നെ ഈ പെയിൻറ്റ് ബ്രഷ്, അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഇവിടെ നിന്ന് പ്ലാൻ ചെയ്യുക എന്താണ് ആനിമേറ്റ് ചെയ്യാനുള്ളത്, എന്താണ് സ്റ്റാറ്റിക്കായിട്ട് നിർത്താനുള്ളത്, അങ്ങനെ എല്ലാം ആനിമേറ്റ് ചെയ്ത്. ഇപ്പോൾ ഇതിൽ തന്നെ എനിക്ക് ഈ വീൽസ് കറങ്ങണം. വീൽസ് കറങ്ങാനായിട്ട് ഞാൻ വീൽസ് എല്ലാം സെപ്പറേറ്റ് 3 ലെയേഴ്സിലാക്കി. പിന്നെന്തുവാണ്, ഈ കോയിൻ എനിക്ക് കറങ്ങണമായിരുന്നു. കോയിൻ ഞാൻ സെപ്പറേറ്റ് ലെയറിലാക്കി. പിന്നെല്ലാം ബാക്കിയുള്ള എല്ലാം അതേപോലെ തന്നെ. നിങ്ങൾ വേണമെങ്കിൽ ഈ ചാർട്ടെല്ലാം ആനിമേറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് ബേസിക് ആയിട്ടുള്ള സംഭവം. ഈ സംഭവം നമ്മൾ ആഫ്റ്റർ എഫക്ട്സിൽ പോവാം. ആഫ്റ്റർ എഫക്ട്സിൽ പോയിട്ട് ഞാൻ ഇവിടെ ഓരോ സീനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തുവാണ് ഈ സീൻ നോക്കാം നേരത്ത് ഈ സീനും നോക്കാം. ഈ സീനിലാണെങ്കിൽ നമ്മൾ ഇത് കറങ്ങുന്നേ ഉണ്ട്. ഈ സീനിൽ ബേസിക് ആയിട്ടുള്ള ആനിമേഷൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഈ സീൻ ബേസിക് നിങ്ങൾ നോക്കി ഇത്രയും ലെയേഴ്സ് വെച്ചാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. മിക്കതും ഈ കീ ഫ്രെയിംസ് തന്നെയാണ്. ഓവർഷൂട്ട് ആനിമേഷൻസ് ആണ് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അത് കുറച്ച് നൈസ് എഫക്റ്റ് ആയിരിക്കും. മിക്ക ഇൻഫോഗ്രാഫിക്സിലും അങ്ങനെയാണ് കാണാറുള്ളത്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ബീജ് ഞാൻ മെയിനിലാണ് ഇട്ടിരിക്കുന്നത്. അതാണ് ബാക്ക്ഗ്രൗണ്ട് ഇവിടെ വരുമ്പോൾ പോകുന്നത്. അപ്പോൾ ബേസിക് ആയിട്ട് ഞാൻ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ലെയേഴ്സ് ഫുള്ള് ഇപ്പം ഞാൻ ഇമ്പോർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇമ്പോർട്ട് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ കോമ്പോസിഷനായിട്ട് കൊടുക്കുക. കോമ്പോസിഷനായിട്ട് കൊടുത്തിട്ട് ലെയർ സൈസ് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ തേർഡ് സീൻ വരും. ഞാൻ അവിടെ നിന്നേ പറഞ്ഞില്ലേ, നിങ്ങൾ കോമ്പോസിഷൻ്റെ അതേ സൈസ് കൊടുത്താൽ ഇപ്പോൾ ഇവിടെ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന കോമ്പോസിഷൻ സൈസ് 1080p 1920x1080 ആണ്. അപ്പോൾ ആ കറക്റ്റ് അതിനകത്ത് നിൽക്കുന്ന സൈസ്. പിന്നെ നമുക്ക് അത് റീസൈസ് ചെയ്യുന്നതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. അതാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത്. നമുക്ക് ആനിമേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ആദ്യമേ കിട്ടുന്ന ഒരു സാധനം. അപ്പോൾ ഇതിനകത്ത് സർക്കിൾ കൊണ്ടുപോകുന്നില്ല. സർക്കിൾ ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് തേർഡിൽ കൊണ്ടിടുകയാണ്. തേർഡിലിട്ട് സർക്കിളും ഇല്ല, ബാക്ക്ഗ്രൗണ്ടും ഇല്ല. സർക്കിൾ അവിടെ നിന്ന് ആനിമേറ്റ് വരെ കീ ഫ്രെയിം ഉള്ളതുകൊണ്ടാണ് അത് ആദ്യമേ കാണാൻ കീ ഫ്രെയിം ഡിലീറ്റ് ആക്കിയത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ബേസിക്കലി ആനിമേറ്റ് ചെയ്യേണ്ടി വരുന്ന സംഭവം. അപ്പോൾ ആദ്യം നമുക്ക് സർക്കിളും തുടങ്ങാം. അപ്പോൾ ഇതെല്ലാം ഓഫ് ചെയ്തിടുക. സർക്കിളും തുടങ്ങുകയാണെങ്കിൽ നമുക്ക് വേറെ ശ്രദ്ധിക്കുക, നമുക്ക് മോഷൻ ബ്ലർ വേണം. മോഷൻ ബ്ലർ നമ്മൾ ഇതിന് ഓൺ ചെയ്യുക,
ഈ ലെയേഴ്സ് ഫുള്ള് ഓൺ ചെയ്യണം. മോഷൻ ബ്ലർ വേണം ഓൺ ചെയ്യും. ഇപ്പോൾ ലെയർ 1 ഇപ്പോൾ ഞാൻ ഇതിൻ്റെ പൊസിഷൻ P4 പൊസിഷൻ അത് എനിക്ക് ആനിമേറ്റ് ചെയ്ത് ഇവിടെ വല്ലതും വരുമ്പം വരണം. ഇതാണ് എൻ്റെ പൊസിഷൻ ഞാൻ തീരുമാനിച്ചത്. ഇപ്പോൾ അവിടെ നിന്ന് താഴെ നിർത്തി താഴോട്ട് കൊണ്ടുവച്ച് എനിക്കിതിൽ ഓവർഷൂട്ട് ആനിമേഷൻ ഞാൻ പറഞ്ഞുതരാം. ഓവർഷൂട്ട് ആനിമേഷൻ ഏകദേശം ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മളതിനെ പൊക്കി ഇവിടെയൊക്കെ ആയിട്ട് കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ഈ അവസാനത്തെ കീ ഫ്രെയിമും ആദ്യത്തെ കീ ഫ്രെയിമും സെലക്ട് ചെയ്ത് ഈസി ചെയ്യുക. F9 ഞെക്കിയാൽ മതി. അപ്പോൾ നമുക്കൊരു നൈസ് ഒരു എഫക്റ്റ് കിട്ടും. അതായത് കുറച്ചും കൂടെ എക്സാജറേറ്റ് ചെയ്ത് കാണിക്കാൻ വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പൊക്കുക. അത്രയും വേണ്ട, ആദ്യത്തെ മതി. ഓക്കെ, അതായി. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ഷാഡോ ഉണ്ട്, അത് ആനിമേറ്റ് ചെയ്യുന്ന നിങ്ങൾ പറഞ്ഞു തരണ്ടല്ലോ. അത് പൊസിഷൻ അല്ലെങ്കിൽ സ്കെയിൽ വെച്ച് ആനിമേറ്റ് ചെയ്താൽ മതി. നമുക്കൊരു ആളിനെ എങ്ങനെ ആനിമേറ്റ് ചെയ്യാൻ നോക്കാം. കണ്ട, അവിടെ നിന്ന് ലെയർ ആക്കിയോണ്ട് ഓരോന്നും അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ലെയറിലാണ് വരുന്നത്. കണ്ട, എല്ലാം അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ലെയറിൽ വന്നിട്ടുണ്ട്. ഇപ്പം ഇതിലിപ്പോൾ ഈ പേഴ്സൻ്റെ തല മാത്രമേ ഞാൻ ഇവിടെ നിന്ന് ആനിമേറ്റ് ചെയ്യാവുള്ളൂ. അപ്പം നമുക്ക് നമുക്ക് സീനിലോട്ട് കൊണ്ടുവരാനായിട്ട് ഞാൻ ആദ്യം സ്കെയിൽ എടുക്കുന്നതിന് മുമ്പേ നമ്മൾ ആദ്യം ഈ പാൻ ബിഹൈൻഡ് ആങ്കർ പോയിന്റ് ടൂൾ എടുക്കുക. ആങ്കർ പോയിന്റ് ടൂൾ എടുത്തിട്ട് ഈ ആങ്കർ പോയിന്റ് നമ്മൾ വലിച്ച് ഇവിടെ നിന്ന് ഇടുക. അല്ലെങ്കിൽ അത് എന്തോ ചെയ്യുമെന്ന് വെച്ചാൽ മിഡിൽ നിന്ന് സ്കെയിലായി അത് വരും, അത് വൃത്തികേടായി. നമ്മൾ എപ്പോഴും ബോട്ടം അങ്ങനെ സ്കെയിലായി നിങ്ങളെ ഇഷ്ടമാണ്, എന്നാലും ഞാൻ പറഞ്ഞു സ്കെയിൽ ഞെക്കുക. ഇത് ഫുൾ സ്കെയിൽ, നമുക്കത് എവിടെ വരണം അത് ഞെക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ വല്ലതും കൊണ്ടുവച്ചിട്ട് 0 കൊടുക്കുക. അപ്പോൾ ബേസിക് ആയിട്ടൊരു സ്കെയിലിംഗ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതിലും നമുക്ക് ഓവർഷൂട്ട് ആനിമേഷൻ കൊടുക്കുക. ഓവർഷൂട്ട് ആനിമേഷൻ ഇപ്പോൾ ഞാൻ ഒരു 125 കൊടുത്തു. എന്നിട്ട് ഈ ലാസ്റ്റ് ഫ്രെയിമും ഫസ്റ്റ് ഫ്രെയിമും എടുത്ത് ഈസി ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മൾ പ്ലേ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു എഫക്റ്റ് കിട്ടും. നമുക്കിത് എക്സ്ട്രാ വേണോ എക്സാജറേറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ വേറെ നമുക്കൊരു സംഭവം കൂടെ ചെയ്യാം. 6 ഞെക്കിയിട്ട് റൊട്ടേഷനിൽ കീ ഫ്രെയിം കൊടുക്കുക. യു ഞെക്കിയിട്ട് ഇത് നമുക്ക് ബേസിക് അതിൻ്റെ റൊട്ടേഷൻ എവിടെ തീരണം എന്നുള്ളത്. എന്നിട്ട് നമ്മൾ ഇവിടെ വല്ലതും വെച്ചിട്ട് കാണുന്ന അവിടെ വെച്ചിട്ട് അതിനെ ഇങ്ങനെ വയ്ക്കുക. ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതിനെ ഈസി ചെയ്യും. അപ്പോൾ വേണ്ട, അങ്ങനെ ഒരു ആനിമേഷൻ കിട്ടും. സംഭവം ക്ലീൻ ആയിരിക്കും. നമുക്ക് അടുത്ത ആനിമേറ്റ് ചെയ്യാനുള്ളത് ഈ പേഴ്സൻ്റെ ഹെഡ് ഒന്ന് ആനിമേറ്റ് ചെയ്യണം. ഹെഡ് ആനിമേറ്റ് ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെഡ് ക്ലിക്ക് ചെയ്യുക, പാൻ ബിഹൈൻഡ് ആങ്കർ ടൂൾ എടുക്കുക. ഈ ആങ്കർ ടൂൾ നമ്മൾ ഈ കഴുത്തിൻ്റെ ഇവിടെ ആയിട്ട് നമ്മൾ ഹെഡ് എങ്ങനെ ടിൽറ്റ് ചെയ്യും എന്ന് നമുക്കൊരു അറിയാമല്ലോ. ആ കഴുത്തിൻ്റെ അവിടെ ആയിട്ട് വയ്ക്കുക. കഴുത്തിൻ്റെ അവിടെ ആയിട്ട് വെച്ചിട്ട് സ്കെയിൽ ഞെക്കുക. ഈ പേഴ്സൺ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഹെഡ് വരണം. ഇപ്പോൾ ഏകദേശം ഇവിടെയാണ് നിൽക്കുന്നത്. അവിടെ സ്കെയിൽ വയ്ക്കുക. ഇവിടെ നമ്മൾ 0 ആക്കിയിട്ട് സ്കെയിലാക്കുക. എന്നിട്ട് നമുക്ക് ഇതിന് ഓവർഷൂട്ട് ആനിമേഷൻ ഇപ്പം 125 കൊടുത്തു. ലാസ്റ്റ് ഫ്രെയിമും ഫസ്റ്റ് ഫ്രെയിമും F9. ഓക്കെ, തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ. നിങ്ങളത് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനെ എന്തുവാണ് റിഫൈൻ ചെയ്ത് വ്യൂവറിന് ഒരു നല്ല വ്യൂ കൊടുക്കുന്ന രീതിയിൽ എടുക്കാം. ഞാൻ പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ അധികം റിഫൈൻഡ് അല്ലാത്തത്.
ഹെഡ് പോപ്പ് ചെയ്ത് വന്നു. ഇനി നമുക്ക് ഹെഡ് ആനിമേറ്റ് ചെയ്യണം. ഹെഡ് ആനിമേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ 6 നിൽക്കുക. ഹെഡ് ആനിമേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾ റൊട്ടേഷനിൽ ആൾട്ട് പ്രസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സ്പ്രഷൻ അടിക്കാനായിട്ട് വരും. എക്സ്പ്രഷനകത്ത് നമുക്ക് എപ്പോഴും യൂസ്ഫുള്ളായിട്ട് വരുന്നതാണ് വിഗിൾ ഓപ്പൺ ബ്രാക്കറ്റ്. ഇപ്പോൾ 1,20 കൊടുത്ത് നോക്കാം. വിയേർഡായിട്ടുള്ള ആനിമേഷൻസ് ഒക്കെ ചിലപ്പോൾ വരും. അത് വേണ്ട, അത് ആനിമേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടെ ആനിമേറ്റ് ആകുമ്പോഴത്തേക്ക് കറക്റ്റാവും. ഞാൻ ഈ പേഴ്സൻ്റെ ആം ആനിമേറ്റ് ചെയ്യാം. ആനിമേറ്റ് ചെയ്യാനായിട്ട് പേഴ്സൻ്റെ ആം സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ആങ്കർ ടൂൾ എടുത്ത് ഇവിടെ ഷോൾഡറിൻ്റെ അവിടെ ആയിട്ട് വയ്ക്കുക. അവിടെ ആയിട്ട് വെച്ചിട്ട് 6 ക്ലിക്ക് ചെയ്യുക. 6 ക്ലിക്ക് ചെയ്തിട്ട് ആൾട്ട് ടൈം അതിൽ നിൽക്കുക, സ്റ്റോപ്പ് വാച്ച് നിൽക്കുക. എന്നിട്ട് വിഗിൾ ഓപ്പൺ ബ്രാക്കറ്റ് 1,30 ഉണ്ടോ ആനിമേറ്റ് ചെയ്യുന്നതാണ് നമുക്ക്. അപ്പോൾ വേണ്ടത് ഒരു എൻട്രൻസ് ആനിമേഷൻ, പിന്നെ ഈ ഹാൻഡ്സിൻ്റെയൊക്കെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഹെഡിൻ്റെ മൂവ്മെൻറ്റ്. അങ്ങനെ നമ്മൾ ഈ ആങ്കർ പോയിന്റ് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ വിയേർഡായിട്ടുള്ള ഇതായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇപ്പോൾ ഇതിൽ തന്നെ ഞാൻ ഇപ്പോൾ ഈ ഹെഡിൻ്റെ ആങ്കർ പോയിന്റ് ഇവിടെ വയ്ക്കുക, കഴുത്തിൻ്റെ ഇവിടെ ആയിട്ട് വയ്ക്കുക. നമുക്ക് വേണമെങ്കിൽ ഇതായി റൗണ്ട് ഇതൊക്കെ വേണമെങ്കിൽ ബോഡിയുടെ പാർട്ടാക്കാം, ഞാൻ അതാക്കിയിട്ടില്ല. എന്നിട്ട് അതിൽ 6 നിൽക്കുക, ആൾട്ട് സ്റ്റോപ്പ് വാച്ച് വിഗിൾ 1,15 വല്ലതും കൊടുത്ത് നോക്കാം. അപ്പോഴത്തേക്കും നമുക്ക് ഇപ്പോൾ കാണാം അയാളുടെ ഹെഡും അനങ്ങുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി ഇത്രയാണ് നമുക്കൊരു ഇൻഫോഗ്രാഫിക്സ് എന്നും പറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഇതിൻ്റെ അനുസരിച്ച് ഇത് മാറ്റിക്കൊണ്ടിരിക്കണം. നമുക്ക് ഇഷ്ടപ്പെട്ട സ്പീഡ് സെറ്റ് ചെയ്യാം. സ്പീഡല്ല, ആംഗിൾ ഇത്ര, ഒരു സെക്കൻഡിൽ ഇത്ര അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. അങ്ങനെ കുറച്ച് എക്സ്ട്രീമാണ്. 25 ഒക്കെ തന്നെ മതിയാവും. ആണോ? തെറ്റായി. ഇനി മെയിനിൽ ഞാൻ ഇത് കാണിച്ചു തരാം. മെയിനിൽ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് We are here to create SEO-friendly script-based videos that come with many revisions. ഇപ്പോൾ ഇതിൽ ഇതും ഞാൻ ആനിമേറ്റ് ചെയ്യുന്നുണ്ട്. ആനിമേറ്റ് ചെയ്യുന്നത് പ്ലേ ഹെഡ് എന്നും പറഞ്ഞ് ഞാൻ ചെയ്തിട്ടുണ്ട്. പ്ലേ ഹെഡ്. ആ പ്ലേ ഹെഡിന് സിമ്പിളായിട്ടുള്ള ആനിമേഷനാണ്. അതിൻ്റെ ഒരു എൻട്രൻസ്, പിന്നെ അതിൻ്റെ പൊസിഷൻ ആനിമേറ്റ് ചെയ്താൽ മതി. എക്സിൽ ആനിമേറ്റ് ചെയ്താൽ മതിയാവും. അത് ഇതിൻ്റെ ഹോൾ ലെങ്തിൽ ആനിമേറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. ഇപ്പോൾ ആദ്യം പൊസിഷൻ ചെയ്താണെങ്കിൽ ലാസ്റ്റ് എക്സ് ആനിമേറ്റ് ചെയ്ത് അവിടെ വയ്ക്കുക. 2 കീ ഫ്രെയിം സെലക്ട് ചെയ്യുക, F9 നിൽക്കുക. സ്മൂത്ത് ആനിമേഷൻ ആയിരിക്കും. ഓരോ സീനും ഓരോ കോമ്പോസിഷനായിട്ട് അതിനെ സെപ്പറേറ്റ് ആയിട്ട് ആനിമേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരൊറ്റ കോമ്പോസിഷന് ചെയ്യാതിരിക്കുക. ഇത് ഇപ്പോൾ എനിക്ക് തന്നെ 11 സീനുണ്ട്. 11 സീനൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു പരുവാവും. അതാണ് ആ സീൻ. ഇനി ഒരു ആനിമേഷൻ ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അവിടെ നിന്ന് ഈ വെക്ടറിനെ മാത്രം കൊണ്ടുവന്നതാണ്. ഈ വെക്ടറിനെ മാത്രം കൊണ്ടുവന്ന് ആ ഹാൻഡിൻ്റെ തംസപ്പ് മാത്രം ആനിമേറ്റ് ചെയ്ത്, പിന്നെ ആ സ്റ്റാർസ് ഒന്ന് ആനിമേറ്റ് ചെയ്തു. ആ സ്റ്റാർസിൻ്റെ ഇതുണ്ട്. സ്റ്റാർസ് ആനിമേറ്റ് ചെയ്ത എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാനായിട്ട് ഈ സീൻ ഇങ്ങനെ ആക്കിയതാണ്. ഇപ്പോൾ സ്റ്റാർസ് ആനിമേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ അതിൽ യു അടിച്ചാൽ അതിലെ കീ ഫ്രെയിംസ് കാണാം. അപ്പം ആ സ്റ്റാർസിൻ്റെ പൊസിഷൻ, അതിൻ്റെ കൂടെ അത് വരാനായിട്ട് അതിൻ്റെ പൊസിഷൻ ആനിമേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ സ്കെയിൽ ഇവിടെ തുടങ്ങും. സ്കെയില് ഞാൻ അതിൻ്റെ ആങ്കർ പോയിന്റ് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ആങ്കർ പോയിന്റ് ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് ഇവിടെ ഒന്ന് സ്കെയിലായി റൊട്ടേറ്റായി വരും. അപ്പം നൈസ് ഇങ്ങനെ ഒരു എൻട്രൻസ് ആനിമേഷൻ സ്റ്റാർസ് ഇങ്ങനെ വരുന്ന പോലെ തോന്നും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്ത സീൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈ വീൽസ് കറങ്ങുന്നതും ചെയ്യാൻ സിമ്പിളാണ്. 5th സീനിനകത്താണ്. 5th സീനിൽ വീൽ 1ൽ തന്നെ എൻ്റെ കീ ഫ്രെയിംസ് നോക്കിയാൽ അതിൻ്റെ പൊസിഷൻ ആനിമേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പൊസിഷൻ എന്തോ താഴെ പൊസിഷൻ ഒരു ഓവർഷൂട്ട് ആനിമേഷൻ, സിമ്പിൾ ഓവർഷൂട്ട് ആനിമേഷനാണ്. എന്നിട്ട് അതിൻ്റെ റൊട്ടേഷനിൽ ഞാൻ ഒരു എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്, ടൈം × 50. നിങ്ങൾക്ക് ഇപ്പോൾ ക്ലോക്ക് വൈസ്
അതിപ്പോൾ ക്ലോക്ക് വൈസ് ആണ് കറങ്ങുന്നത്. ക്ലോക്ക് വൈസ് കറങ്ങാനായിട്ട് ടൈം ഇൻറ്റു 50. ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങണമെങ്കിൽ ഇപ്പോൾ അവിടെ ഒരു മൈനസ് ഇട്ട് കൊടുത്താൽ അത് We are proud to offer you a premium yet affordable service. There. ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങുന്നു. ഇതേപോലെ തന്നെ ഞാൻ മറ്റേ വീലെല്ലാം ചെയ്തിരിക്കുന്നു. അതിലും ഞാൻ എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ എനിക്ക് ഈ വീല് ക്ലോക്ക് വൈസും ഈ വീല് ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങുമ്പോഴത്തേക്ക് ഈ വീല് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങും. അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടൈം അതിൽ റൊട്ടേഷനിൽ നമ്മൾ വീലല്ല കൊടുക്കുന്നത്, ടൈം ഇൻറ്റു ഒരു നമ്പർ. നിങ്ങൾക്ക് ക്ലോക്ക് വൈസിലാണെങ്കിൽ പോസിറ്റീവ്, ആൻറ്റി ക്ലോക്ക് വൈസിലാണെങ്കിൽ നെഗറ്റീവ്. ഇത്രയാണ് ഇത് സംഭവം. അതിൻ്റെ ടെക്സ്റ്റ് ആനിമേഷൻസ് ഉണ്ടായിരുന്നു. അവസാനം അത് ക്ലയൻറ്റിന് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ അത് പ്രത്യേകം പ്രീമിയർ പ്രോയിലാണ് ചെയ്തത്. ടെക്സ്റ്റ് ആനിമേഷനും വളരെ സിമ്പിളാണ്. ടെക്സ്റ്റ് ആനിമേഷൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതാണ് ബേസിക് ആയിട്ടുള്ള നമുക്ക് എന്തുവാണ് ഇൻഫോഗ്രാഫിക്സ് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എക്സ്പ്ലെയിനർ വീഡിയോ എങ്ങനെ ചെയ്യാം മലയാളത്തിൽ എന്നെക്കൊണ്ട് കഴിയുന്ന വിധം. ഇതൊക്കെ ഞാൻ അല്ലാതെ വെറുതെ അതിൻ്റെ അതിൻ്റെ പൊസിഷൻ മാത്രം ആനിമേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ലാസ്റ്റ് സീനായാലും കാണാം ഇവിടെ ഈ ബൾബിന് കൊടുത്തിരിക്കുന്നത് വിഗിള് കൊടുത്തിരിക്കുന്ന പൊസിഷനിലാണ് വിഗിള് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് എക്സിലും വൈയിലും ഇങ്ങനെ വിഗിൾ ചെയ്ത് അവിടെ നിൽക്കും. അതാണ് സംഭവം. അപ്പം അത്രയേ ഉള്ളൂ സംഭവം. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ 5th കാണിച്ചു തരാം. 5th കാണിച്ചാൽ കളർ ഇതിനകത്ത് ഇതിനകത്ത് പോയി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ സാധനം സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ കളർ ഇപ്പോൾ എന്തുവാണ് റെഡോ അങ്ങനെ എന്തെങ്കിലും ഒരു കളറാക്കി, എന്നിട്ട് ഞാൻ ഇതിനെ സിമ്പിളി സേവ് ചെയ്താൽ മതി. സേവ് ചെയ്തിട്ട് അടുത്ത തവണ ആഫ്റ്റർ എഫക്ട്സ് എടുക്കുമ്പോഴത്തേക്കും അവിടെ കളർ അപ്ഡേറ്റ് ആവും. ഇങ്ങനെ നിങ്ങൾക്ക് കളറും മാറ്റാം. അപ്പോൾ ബേസിക്കലി എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്തതാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ബാക്ക്ഗ്രൗണ്ട് വേണോ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അത് ലൂപ്പ് ചെയ്തിട്ടേക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ബേസിക്കായിട്ട്. ഇനി അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് പല ട്യൂട്ടോറിയൽസും കിട്ടുമായിരിക്കും. പക്ഷേ ഇത് ബേസിക്കായിട്ട് ഒരു ഇൻഫോഗ്രാഫിക്സിൽ ഇത്രയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ സംഭവം.